ഹലോ സ്റ്റുഡൻസ്, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും എന്ന ഈ മോഡ്യൂളിലേക്ക് സ്വാഗതം. ഈ സെഷനിൽ നമ്മൾ ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ സർവീസിംഗ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ലക്ഷ്യങ്ങൾ. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാകും: റെഫ്രിജറേറ്ററിന്റെ കണ്ടൻസിംഗ് യൂണിറ്റ് സർവീസ് ചെയ്യാൻ, റെഫ്രിജറേറ്ററിന്റെ ഇവാപറേഷൻ ക്യാബിൻ സർവീസ് ചെയ്യാൻ, മെയിന്റനൻസിനായി റെഫ്രിജറേറ്ററിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ ക്യാബിനറ്റ് സർവീസ് ചെയ്യാൻ, റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തനം ഇവാലുവേറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ സർവീസ് ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും കൂടാതെ കൺസ്യൂമബിളുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ടൂളുകൾ, എക്യുപ്മെന്റുകൾ, കൺസ്യൂമബിളുകൾ: തെർമോമീറ്റർ, ടോൺ ടെസ്റ്റർ, വോൾട്ട് മീറ്റർ, സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ: ഒരു ചെറിയ എയർ ബ്ലോവർ, നൈലോൺ ബ്രഷ്, ക്ലീൻ ക്ലോത്ത്, മൈൽഡ് ഡിറ്റർജന്റ് പൗഡർ, ഒരു ബക്കറ്റ് വെള്ളം, ഓയിൽ ക്യാൻ. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ സർവീസിംഗിന് ആവശ്യമായ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 1: റെഫ്രിജറേറ്ററിന്റെ കണ്ടൻസിംഗ് യൂണിറ്റ് സർവീസ് ചെയ്യുക. ഗ്ലൗകളും സേഫ്റ്റി ഗോഗിളുകളും ധരിച്ചുകൊണ്ട് പ്രോപ്പർ സേഫ്റ്റി മെഷറുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. പ്രത്യേകിച്ചും റെഫ്രിജറന്റുമായും ക്ലീനിംഗ് ഏജന്റുമായും ഡീൽ ചെയ്യുമ്പോൾ. പുകയും ഗ്യാസുകളും ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുക. റെഫ്രിജറേറ്റർ സ്വിച്ച് ഓഫ് ചെയ്യുകയും സോക്കറ്റിൽ നിന്ന് പ്ലഗ് ഡിസ്കണക്റ്റും ചെയ്യുക. റെഫ്രിജറേറ്ററിലുള്ള സാധനങ്ങൾ മാറ്റുകയും യൂണിറ്റ് പതുക്കെ മുമ്പോട്ട് നീക്കുകയും ചെയ്യുക. കണ്ടൻസിംഗ് യൂണിറ്റ് എക്സ്പോസ് ചെയ്യാൻ ബാക്ക് കവർ അൺസ്ക്രൂ ചെയ്യുക. കണ്ടൻസർ കോയിലുകളിൽ നിന്നും ഡസ്റ്റും ഡേർട്ടും ഡെബ്രിസും റിമൂവ് ചെയ്യാൻ ഒരു ബ്രഷ് അറ്റാച്ച് ചെയ്തോ കോയിൽ ക്ലീനിംഗ് ബ്രഷോ ഉള്ള വാക്യൂം ക്ലീനർ ഉപയോഗിക്കുക. ഡാമേജ് ഒഴിവാക്കാൻ കോയിലുകളുടെ ഡയറക്ഷനിലേക്ക് പതുക്കെ ബ്രഷോ വാക്യൂമോ ചെയ്യുക. ഇംപ്രൂവ്ഡ് എഫിഷ്യൻസിക്ക് വേണ്ടി നന്നായി ക്ലീൻ ചെയ്യുക. സോക്കറ്റിലേക്ക് എയർ ബ്ലോവർ കണക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടൻസർ പിന്നുകളിലേക്ക് എയർ ബ്ലോ ചെയ്യുക. പിന്നുകൾ ഒരു നൈലോൺ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുക. ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ കംപ്രസറും ക്ലീൻ ചെയ്യുക. ബ്ലോവർ ഓഫ് ചെയ്യുക. എന്തെങ്കിലും ഡാമേജിന്റെയും കൊറോഷന്റെയും തേയ്മാനത്തിന്റെയും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നറിയാൻ കണ്ടൻസർ കോയിലുകളും ഫാൻ ബ്ലേഡും കംപ്രസറും ഇലക്ട്രിക്കൽ കണക്ഷനുകളും ഇൻസ്പെക്ട് ചെയ്യുക. ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് കംപ്രസറും കണ്ടൻസറും തുടയ്ക്കുക. മാനുവലി സ്പിൻ ചെയ്തുകൊണ്ട് ഫാനിന്റെ ഫംഗ്ഷനാലിറ്റി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അൺയൂഷ്വൽ നോയ്സോ ഒബ്സ്ട്രക്ഷൻസോ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഫാൻ മോട്ടോർ ലൂബ്രിക്കേറ്റ് ചെയ്യുക. കൂടാതെ ഫാൻ മോട്ടറും കണ്ടൻസിംഗ് യൂണിറ്റിന്റെ ബേസും തുടയ്ക്കുക. ക്ലീനിങ്ങിന് ശേഷം ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ഫാൻ ഫ്രീ ആയി സ്പിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സർവീസിംഗിന് ശേഷം ബാക്ക് കവർ ചെയ്യുകയും സ്ക്രൂ എല്ലാം നന്നായി ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. ടാസ്ക് 2: ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഇവാപറേറ്റർ ക്യാബിൻ സർവീസ് ചെയ്യുക. ഈ ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങൾ ഗ്ലൗസുകളും സേഫ്റ്റി ഗോഗിളുകളും പോലുള്ള സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പുകയും ഗ്യാസും ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുക. ഫ്രീസറിനകത്തെ കവർ പാനലോ ഡ്രോയറുകളോ റിമൂവ് ചെയ്തുകൊണ്ട് ഇവാപറേറ്റർ ക്യാബിൻ ആക്സസ് ചെയ്യുക. ക്യാബിന്റെ ടോപ്പ് ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മൈൽഡ് ഡിറ്റർജന്റ് സൊല്യൂഷനിൽ സോക്ക് ചെയ്ത ക്ലോത്ത് കൊണ്ട് തുടച്ച് ഫ്രീസർ ക്യാബിൻ ക്ലീൻ ചെയ്യുക. അത് വീണ്ടും ക്ലീൻ വാട്ടറിൽ സോക്ക് ചെയ്ത തുണി കൊണ്ട് തുടയ്ക്കുക. അവസാനമായി ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. ഇവാപറേറ്റർ ക്യാബിനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റം ബ്ലോക്ക് ഒന്നുമില്ലാതെ ക്ലിയർ ആണെന്ന് ഉറപ്പാക്കുക. വാട്ടർ കളക്ഷൻ ഒഴിവാക്കാൻ ആവശ്യമെങ്കിൽ ഡ്രെയിൻ ട്യൂബ് ക്ലീൻ ചെയ്യുക.
ഇവാപറേറ്റർ ക്യാബിന്റെ അടിയിലുള്ള ഡ്രെയിൻ പാൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഡേർട്ടോ റെസിഡ്യൂവോ ഉണ്ടെങ്കിൽ നന്നായി ക്ലീൻ ചെയ്യുക. ഇവാപറേറ്റർ ഫാൻ ഗ്രിൽ റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇവാപറേറ്റർ ഫാനിൽ എന്തെങ്കിലും ഡെബ്രിസോ ഒബ്സ്ട്രക്ഷനോ ഉണ്ടോ എന്നറിയാൻ പരിശോധിക്കുക. ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് ഫാൻ ബ്ലേഡുകളും ഗ്രില്ലും ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഗ്രിൽ ഫിക്സ് ചെയ്യുക. ഇവാപറേറ്റർ ക്യാബിൻ ഉണങ്ങുന്നതുവരെ ടോപ്പ് ഡോർ തുറന്നു വെക്കുക. അതിനുശേഷം അടയ്ക്കുക. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ സർവീസിംഗിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാസ്ക് 3. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഔട്ടർ ആൻഡ് ഇന്നർ ക്യാബിനറ്റും ഡോറും സർവീസ് ചെയ്യുക. നിങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഗ്ലൗസുകളും സേഫ്റ്റി ഗോഗിളുകളും പോലുള്ള സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കുക. പുകയും ഗ്യാസും ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുക. ഡോർ പതുക്കെ അടച്ചിട്ട് ക്ലോസിംഗ് പോയിന്റിനോട് അടുക്കുമ്പോൾ ഡോർ മാഗ്നറ്റിക് അറേഞ്ച്മെന്റിൽ പുള്ളാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 10 സെന്റിമീറ്റർ ലെങ്തും 4 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ന്യൂസ് പേപ്പർ എടുക്കുക. ഡോറിന്റെ എഡ്ജിൽ അതിന്റെ പകുതി പുറത്ത് കാണുന്ന വിധത്തിൽ വയ്ക്കുക. എന്നിട്ട് ഡോർ അടയ്ക്കുക. ഇനി ആ പേപ്പർ ഗ്യാസ്കറ്റിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വലിച്ചു നോക്കുക. ഡോർ ഗ്യാസ്കറ്റിന്റെ എല്ലാ വശവും ചെക്ക് ചെയ്യാൻ ഈ മെത്തേഡ് ഉപയോഗിക്കുക. ചില സ്ഥലത്ത് ഗ്യാസ്കറ്റ് ടൈറ്റായി ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ അകത്തു നിന്നും കൂൾ എയർ ലീക്ക് ആവുന്നതിനുള്ള സാധ്യതയുണ്ട്. ന്യൂസ് പേപ്പർ വൃത്തിയായി ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഗ്യാസ്കറ്റിന്റെയും ഡോറിന്റെയും ഇന്നർ വാളിനും ഇടയിൽ പേപ്പർ കാണാത്ത വിധത്തിൽ വെക്കുക. ഡോർ അടച്ചിട്ട് നന്നായി അടയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡോറിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പതുക്കെ അടയ്ക്കുമ്പോൾ മാഗ്നറ്റിക് സീലിൽ എത്തുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലോസിംഗിനായി ഫ്രിഡ്ജ് ലെവൽ ബാലൻസ് ചെയ്യണം. ഡോർ നമ്മൾ പതുക്കെ അടയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അടയാൻ വേണ്ടി ബോട്ടം ലെവൽ സ്ക്രൂകൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ഓയിൽ ക്യാൻ ഉപയോഗിച്ച് ഡോർ ഹിഞ്ചുകളും ലാച്ചുകളും ലൂബ്രിക്കേറ്റ് ചെയ്യുക. അതിനുശേഷം ഷെൽഫുകൾ അതിന്റെ ശരിയായ സ്ഥലങ്ങളിൽ വെക്കുക. ഹാൻഡിൽ, ലോക്ക്, ഹിഞ്ചസ് കൂടാതെ നെയിം പ്ലേറ്റ് എന്നിവ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നനഞ്ഞ തുണി കൊണ്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കുക. തെർമോസ്റ്റാറ്റ് ടെമ്പറേച്ചർ കൺട്രോൾ നോബ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അത് നോർമൽ ഓപ്പറേഷന് വേണ്ടി നോർമൽ അല്ലെങ്കിൽ അത് സെൻട്രൽ റേഞ്ചിലേക്ക് സെറ്റ് ചെയ്യുക. ഫ്രിഡ്ജിന്റെ എക്സ്റ്റേണൽ ഏരിയ വൈപ്പ് ചെയ്തതിനു ശേഷം എല്ലാ വശങ്ങളും ഷൈൻ ആകുന്നതുവരെ ഒരു ചെറിയ അളവ് ഫ്ലൂയിഡ് പോളിഷ് വാക്സ് ഒരു സോഫ്റ്റ് ക്ലോത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോളിഷ് ചെയ്യുക. പ്ലഗ് കണക്ട് ചെയ്തതിനു ശേഷം റെഫ്രിജറേറ്ററിന്റെ സ്വിച്ച് ഓൺ ചെയ്യുക. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇന്നർ ക്യാബിനറ്റ് ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡോർ സ്വിച്ച് പുഷ് ചെയ്തും റിലീസ് ചെയ്തും ഓഫ് ഓൺ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. 10 മിനിറ്റിന് ശേഷം ഇവാപറേറ്റർ പ്ലേറ്റ് ടച്ച് ചെയ്ത് ചിൽനെസ് ഫീൽ ചെയ്യുക. ഇപ്പോൾ റെഫ്രിജറേറ്റർ റെഡിയാണ്. ഇനി ഭക്ഷണ സാധനങ്ങളും സോഫ്റ്റ് ഡ്രിങ്കുകളും ശരിയായ റാക്കുകളിൽ വെക്കാം. ടാസ്ക് 4. ഒരു ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്ററിന്റെ ഓപ്പറേഷൻ ടെസ്റ്റ് ചെയ്യുക. ഇലക്ട്രിക്കലും മെക്കാനിക്കലുമായ കോമ്പണന്റുകൾ ചെക്ക് ചെയ്ത ശേഷം പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ യൂണിറ്റ് റീഅസംബിൾ ചെയ്യുക. യൂണിറ്റിന്റെ ഡോറുകൾ പ്രോപ്പറായി അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. റെഫ്രിജറേറ്റർ പ്ലഗ് ഇൻ ചെയ്തിട്ട് സ്റ്റെബിലൈസ് ആവാൻ അനുവദിക്കുക. ഫ്രീസറിന്റെയും ഫുഡ് കമ്പാർട്ട്മെന്റുകളുടെയും ടെമ്പറേച്ചർ നിങ്ങളുടെ ഇഷ്ടത്തിന് സെറ്റ് ചെയ്യുക. റെഫ്രിജറേറ്ററിന്റെ മാനുവലിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വേണം സെറ്റ് ചെയ്യാൻ. റെഫ്രിജറേറ്റർ ഓൺ ആക്കി കഴിഞ്ഞ് കംപ്രസർ സ്റ്റാർട്ട് ആവുമ്പോൾ ഉള്ള സൗണ്ട് ശ്രദ്ധിക്കുക. സാധാരണ അത് റൺ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഹമ്മിംഗ് ആണ് പുറപ്പെടുവിക്കുന്നത്. കംപ്രസറിനടുത്തുള്ള കണ്ടൻസർ ഫാൻ അസാധാരണ സൗണ്ടൊന്നുമില്ലാതെ സ്മൂത്ത് ആയി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫ്രീസറിന്റെയും ഫ്രഷ് ഫുഡ് കമ്പാർട്ട്മെന്റിന്റെയും എയർ സർക്കുലേഷൻ ഫീൽ ചെയ്യുക.
എയർ കൂളും കൺസിസ്റ്റന്റും ആയിരിക്കണം. കുറച്ചു മണിക്കൂർ പ്രവർത്തിച്ചതിനു ശേഷം ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് പല കമ്പാർട്ട്മെന്റുകളിലെയും ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത റേഞ്ച് ആണെന്ന് ഉറപ്പുവരുത്തുക. സാധാരണ ഫ്രീസറിൽ 0 ഡിഗ്രി ഫാരൻഹീറ്റും ഫ്രഷ് ഫുഡ് കമ്പാർട്ട്മെന്റ് സെക്ഷന് ഏകദേശം 37 മുതൽ 40 ഡിഗ്രീസ് ഫാരൻഹീറ്റും ആണ്. ഐസ് ട്രേയിൽ വെള്ളം നിറച്ചിട്ട് ഫ്രീസർ കമ്പാർട്ട്മെന്റിൽ വെക്കുക. തെർമോസ്റ്റാറ്റ് നോബ് നോർമൽ പൊസിഷനിൽ സെറ്റ് ചെയ്യുക. മീഡിയം കൂൾ. ക്യാബിനറ്റിനുള്ളിൽ ഡിജിറ്റൽ തെർമോമീറ്ററിന്റെ സെൻസിംഗ് പ്രോബ് വെക്കുക. തടസ്സങ്ങളൊന്നുമില്ലാതെ യൂണിറ്റ് തുടർച്ചയായി 2 മണിക്കൂർ പ്രവർത്തിക്കാൻ അനുവദിക്കുക. 2 മണിക്കൂറിന് ശേഷം ഫ്രീസർ ഡോർ തുറന്ന് ഐസ് ട്രേയിലെ വെള്ളം സോളിഡ് ഐസ് ആയോ എന്ന് പരിശോധിക്കുക. ഡിജിറ്റൽ തെർമോമീറ്ററിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് ഇനീഷ്യൽ ടെമ്പറേച്ചറുമായി കമ്പയർ ചെയ്യുക. യൂണിറ്റ് നോർമലായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. റീക്യാപ്പ്. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇവയെല്ലാം എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കി. റെഫ്രിജറേറ്ററിന്റെ കണ്ടൻസിംഗ് യൂണിറ്റ് എങ്ങനെ സർവീസ് ചെയ്യാം, റെഫ്രിജറേറ്ററിന്റെ ഇവാപറേഷൻ ക്യാബിൻ എങ്ങനെ സർവീസ് ചെയ്യാം, മെയിൻ്റനൻസിനായി റെഫ്രിജറേറ്ററിന്റെ ഇന്നർ ആൻഡ് ഔട്ടർ ക്യാബിനറ്റ് എങ്ങനെ സർവീസ് ചെയ്യാം, റെഫ്രിജറേറ്ററിന്റെ പ്രവർത്തനം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം. ഫ്രോസ്റ്റ് ഫ്രീ റെഫ്രിജറേറ്റർ സർവീസ് ചെയ്യുന്ന പ്രോസസ് നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സ്റ്റുഡൻസ്. നമുക്കിനി അടുത്ത സെഷനിൽ കാണാം. ബൈ.